അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട. Yo, what's going on guys? Pukes here. Welcome back to brand new vlog. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നിൽക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിലാണ് ഗൈസ്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, പ്രകൃതി രമണീയമായ തോട്, ഓരോ ഭാഗങ്ങളും. ഇത് തോടിന്റെ കെട്ടാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഇൻട്രോ എടുത്തോണ്ട്. കുറെ നേരം കൊണ്ട് ഞാൻ വെള്ളത്തിക്കാണ്, കാലൊക്കെ തണുക്കണം. നമുക്ക് മുകളിലോട്ട് കയറാം. ഇതാണ് ഫുൾ ആയിട്ടുള്ള ലുക്ക്. ഈ സൈഡ് ഫുള്ളാ പൊട്ടി പൊളിഞ്ഞ് കിടക്കണം, വെള്ളം വന്ന് അടിച്ച് സെറ്റ് ആയിട്ട് കിടക്കും. ആ സൈഡ് കുറച്ച് ഭാഗം മാത്രമാണ് ഉള്ളത്, അതിന്റെ ബലമേ ഉള്ളൂ. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ കണ്ട ഈ സ്റ്റോപ്പിൽ ഇവിടെയെങ്കിലും ബലമില്ല. ഇതിന്റെ മൂട്ടിലേക്ക് വന്നു നിന്ന് കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ് വീഴുമല്ലോ ഇടം കൂടെ. ഫൈനലി നമ്മൾ കയറിയിരിക്കുന്നു. അങ്ങനെ മോള് കയറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഒരു കാര്യം പറയാൻ വന്നതാണ് ഗൈസ്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന സംഭവം നമ്മുടെ ലൈഫിൽ വർക്കാവോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് വർക്കിംഗ് ആണ് ഗൈസ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സാക്ഷിയാണ് നിങ്ങളും ഈ ഞാനും എന്ന് പറയുന്നത്. അതിനൊരു പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് കാണിക്കാം ഗൈസ്. പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ വർക്കായിട്ടുണ്ട് ഒത്തിരി തവണ. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ സംസാരിക്കാൻ പോകണം. അപ്പോഴും നമുക്ക് വീട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. കമോ. അപ്പോൾ ഞാൻ എൻ്റെ വരുമ്പോഴും ഇങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോയി ചെക്ക് ചെയ്യുക. അതിനുള്ള പ്രൂഫാണ് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ വിഷ്വലി ഒരു പ്രൂഫ് വേണ്ടേ? അതിനെന്താണ് ഓക്കെ, ആ ഒരു പ്രൂഫ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു ബിലീവ് നമ്മുടെ മൈൻഡിലുണ്ടാവുള്ളൂ. സോ ആ വിഷ്വലായിട്ടുള്ള പ്രൂഫ് എന്താണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി എക്സാക്റ്റ് പ്രൂഫ് എന്താണെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, 1 2 3. കണ്ട, ഇതാണ് സംഭവം. ഇതൊരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിന്റെ ഔട്ടാണ്, അതായത് റിസൾട്ട് ആണെന്ന് പറയാൻ പറ്റും. സോ ഇതിന് നിങ്ങളും സാക്ഷി, ഞാനും സാക്ഷിയാണ്. സോ ടുഡേ ഐ ആം ടെല്ലിങ് അബൌട്ട് പ്ലേ ബട്ടൺ. എന്റെ കയ്യിൽ ഈ ഒരു പ്ലേ ബട്ടൺ എങ്ങനെ വന്നു, എങ്ങനെ ആ ഒരു സംഭവം ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്ട് ആയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വ്ളോഗിൽ പറയാൻ പോകുന്നത് ഗൈസ്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഗൈസ്. നമുക്ക് ആ ഒരു സ്റ്റോറി പറയാം. ഓക്കെ, കം ഓൺ ഗായ്സ്. അപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ 2 സാധനങ്ങളുണ്ട്. മെയിൻലി പ്ലേ ബട്ടൺ, നെക്സ്റ്റ് ഒരു ബുക്ക്. ഈ 2 സംഭവങ്ങൾ വെച്ചാണ് എൻ്റെ ഒരു ലൈഫ് ഞാൻ ചേഞ്ചിങ് ആക്കി എടുത്തത്. സോ അതാണ് ഈ കഥ. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഏകദേശം 2018 സ്റ്റാർട്ടിങ്ങിലാണ് യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആലോചിക്കണം. അങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഒരുപാട് ചാനൽസ് ഉണ്ട് ഗൈസ്. എല്ലാം അടാറ് ഫ്ലോപ്പായി, ഒന്നും വിജയിച്ചില്ല. അവസാനം 2020 വരെ ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ് പോയി. 3 കൊല്ലത്തേക്ക് ഞാൻ ഈ ഒരു യൂട്യൂബിന്റെ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. അതിനുശേഷം പിന്നെ നേരെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന പ്യൂവിക്സ് എന്ന ചാനൽ. ഇപ്പൊ ഏകദേശം 1 lakh സബ് കംപ്ലീറ്റ് ആയി. പ്ലേ ബട്ടൺ കയ്യിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം എന്താണ് ഒറിജിനൽ ആയിട്ടുള്ള ചാനൽ. പിന്നെ ഈ ഒരു പേര് വന്ന കഥയൊക്കെ ഞാൻ മുമ്പുള്ള ഒരുപാട് വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. സോ ഈ ഭൂമിയിലെ ഇല്ലാത്ത പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ 1 and only യൂണീക്ക് പേരാണ്. ഈ എൻ്റെയർ യൂണിവേഴ്സിൽ തന്നെ ഈ ഒറ്റ പേര് എന്റെ ചാനലിൽ മാത്രമേ ഉള്ളൂ. അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ പ്ലേ ബട്ടന്റെ സ്റ്റോറിയാണ് പറയാവുന്നത്. ഇത് ഞാൻ 2018 വാങ്ങിച്ച ഒരു ബുക്കാണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ പേജ് എല്ലാം വലിച്ചു കയറിയിട്ട് കുറച്ച് പേജുകൾ മാത്രം ബാക്കിയുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടിരുന്ന ഒരു ബുക്കാണ്. എന്റെ ഫസ്റ്റ് വ്ളോഗ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ഒരു സംഭവം എഴുതുന്നതാണ്. യൂട്യൂബർ ആവണം എന്നുള്ള ഒരു സംഭവം ഞാൻ പെൻസിൽ വെച്ച് എഴുതുന്നതാണ്. എന്റെ ഫസ്റ്റ് വ്ളോഗ്, ഈ ചാനലിൽ തന്നെ ഫസ്റ്റ് വ്ളോഗ് എന്നാണ്. അതിന്റെ അടുത്ത പേജിൽ ഞാൻ ഒരു സംഭവം എഴുതി വെച്ചായിരുന്നു. അതിനുശേഷം അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എഴുതി വെച്ചത്. അത് പ്യാന വെച്ചാണ് എഴുതി വെച്ചത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട, ഇതിൽ എഴുതിയിരിക്കുന്നതാണ് പ്ലേ ബട്ടൺ ഒരു ദിവസം എന്റെ ലൈഫിലേക്ക് വരാനുള്ളതാണ്. ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന സംഭവം എന്താണ്? പ്ലേ ബട്ടൺ. സോ ഇതാണ് ഇതിനുള്ള വിഷ്വൽ പ്രൂഫ് എന്ന് പറയുന്നത്. കറക്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. ഞാൻ ഒരുപാട് ആർട്ടിക്കിളും സംഭവങ്ങളും സീക്രട്ട് ബുക്കും കഴിഞ്ഞ ദിവസം വീണ്ടും വായിച്ചത് ഇതിനാണ്. ഈ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വായിച്ചത്. നമ്മളെ മൈൻഡിൽ ഇടുന്ന തോട്ട്സ് ആണ്, അതാണ് വളരുന്നത് ഡെയിലി. അത് എന്ത് തോട്ട്സ് ആയാലും, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും, ആ തോട്ട്സ് വളർന്നാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കുന്ന ചിന്തയിൽ നിന്നാണ് അയാളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എന്ത് സംഭവം നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മുടെ തോട്ട്സിന്റെ പവർ നമ്മൾ എന്താണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും നേരെ തിരിച്ച് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ആയാലും നല്ല മൊമെന്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തേടി പോകുന്ന ഹാപ്പിനെസ് ആണ്. ആക്ച്വലി ഹാപ്പിനെസ് തേടി പോവേണ്ട ആവശ്യമില്ല. ഹാപ്പിനെസ്സിന് നമുക്ക് ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എക്സാക്ട്ലി ഹാപ്പി ആവാൻ വേണ്ടി ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ എന്താണ്, ഓരോരുത്തർക്കും ഓരോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്സിൽ ഹാപ്പി ആവുന്നു, അത്രേ ഉള്ളൂ. സോ അതേപോലെ ഒരു സംഭവം
സംഭവമാണ് ഈ പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. എന്താണ് ഞാൻ ആഗ്രഹിച്ച് ഇത് കിട്ടിയ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിയാണ്, ഇത് കിട്ടിയില്ലെങ്കിൽ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിയാണ്, രണ്ടും ഓക്കെയാണ്. സോ നമ്മളൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു വിഷ്വൽ പ്രൂഫ്. സോ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കാണിക്കുന്നതാണ് ഒരു സംഭവം ഉണ്ട്. ഇത് അതിന്റെ മറ്റൊരു പ്രൂഫാണ് ഞാൻ എഴുതി വെച്ചത്. 2018 ഞാൻ എഴുതി വെച്ച ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഇത് മാനിഫെസ്റ്റ് ആയി വരാൻ 6 കൊല്ലം എടുത്തു. പക്ഷേ വർക്കിംഗ് ആണ്. എന്താണ് എനിക്ക് ഈ ഒരു സംഭവം അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ വായിച്ച് എക്സ്പീരിയൻസ് ചെയ്തുള്ള സംഭവം മാത്രമേ ഉള്ളൂ. റിയൽ ആയിട്ട് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത യാതൊരു ഐഡിയ എനിക്കില്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് അതിനെ കുറിച്ചുള്ള എന്താണ് ഒരു തീവ്രമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു 5 കാര്യം ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞായിരുന്നു. സീക്രട്ട് ബുക്ക് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ തോട്ട്, ബിലീഫ്, ആക്ഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ മൈൻഡിൽ ഒരു ചിന്തയായിട്ട് ആ ഒരു സംഭവം എപ്പോഴും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിന്തയിൽ നമ്മൾ ബിലീവ് ചെയ്യണം, നമുക്ക് വിശ്വാസം വേണം. മൂന്നാമത് അതെന്താണ് വിഷ്വലൈസ് ചെയ്യണം, നമ്മളത് കാണണം. നമുക്ക് അത് കിട്ടിയതായിട്ട് നമ്മൾ കണ്ട നമ്മുടെ ലൈഫിലോട്ട് അത് ഉറപ്പായിട്ട് വന്നിരിക്കും. അതായത് ആൾറെഡി ഹാപ്പൻ. ഞാൻ പ്ലേ ബട്ടൺ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേറെ എവിടേക്കേ പോയി. തിരിച്ചു വരാം. എൻ്റെ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ പറയേണ്ടത്. ഞാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, ഞാൻ ഇത്ര എഴുതി വെച്ച് ഗൈസ്. ഈ ഒരു സംഭവം ഞാൻ ഡെയിലി എടുത്ത് വെച്ച് വായിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ എന്താണ് എൻ്റെ മൈൻഡിലോട്ട് ഈ ഒരു സംഭവം, ഓക്കെ ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടണമെന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ആക്ഷൻ എടുക്കും. അപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. ഏത് സമയമായാലും നമുക്കിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും ഏത് സമയമായാലും എന്തായാലും നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ഒരു സംഭവം ഈ ലോകത്ത് നടക്കൂല. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും പ്ലസ് ആക്ഷൻ പ്ലസ് വിഷ്വലൈസേഷൻ, ഇത് മൂന്നും ഉണ്ടെങ്കിൽ എന്ത് സംഭവം വർക്ക് ചെയ്യും. ഈ ഒരു സംഭവത്തിൽ ഞാൻ ബിലീവ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 83 സബ്സ്ക്രൈബറേ എനിക്കുള്ളായിരുന്നു. പക്ഷെ അപ്പോഴിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്തെങ്കിലുമൊക്കെ ഒരാഴ്ചയിൽ നമ്മളിങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ടൈം ആയപ്പം നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത കൂടി. ഞാൻ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു വീക്കിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം വീഡിയോ ഉള്ള ഒരു മെന്റാലിറ്റി ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് 7 ദിവസം വീഡിയോ ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു. അതായത് ഒരു വീക്കിൽ 7 ദിവസം, ഒരു മന്തിൽ 30 ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം ഞാൻ വീഡിയോ ഇടും. എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഈ ലോകത്തിനോട് പറയണം. പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമുക്കൊരു ആഗ്രഹം, നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഈ ലോകം ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ എൻ്റെ ആഗ്രഹം എന്താണ് പ്ലേ ബട്ടൺ കിട്ടാനുള്ള ആഗ്രഹം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞു. സോ അത് കണ്ട നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി എന്താണ് അത് വർക്കായി. ഞാൻ എഴുതി വെച്ചതും പ്ലേ ബട്ടൺ കിട്ടിയതും എല്ലാം എൻ്റെ കയ്യിലേക്ക് വന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഡെഫിനറ്റ്ലി വർക്കാണ്. അതിനുള്ള 2 സംഭവങ്ങളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്താണ് നമ്മൾ ഹാർട്ട് കൊണ്ട് ബിലീവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം അത് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നടന്നിരിക്കും. ഒരുപാട് കാര്യം ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ഒരുപാട് തവണ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി നടക്കും. അത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് തരാൻ കഴിയുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ചൂസ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം എടുത്താൽ മതി. പക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്തും പോസിബിൾ ആണ്. എന്ത് കാര്യം ഞാൻ ഇതിലാണ് ബിലീവ് ചെയ്യുന്നത്. അത് ബിലീവ് ചെയ്ത് കറക്റ്റ് ഈ ഒരു സംഭവം എൻ്റെ കൈകളിലേക്ക് എത്തി. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അതാണ് ഇതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ലെവൽ സ്റ്റോറി ഗൈസ്. ഇനി നിങ്ങളുടെ തോട്ട് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ, പറയാനുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സ്, കാര്യങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ റിപ്ലൈ തന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് വൈബിൽ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഗൈസ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വ്ളോഗ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ. Heart erase, so catch me if I fall.